ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വിശേഷങ്ങളൊക്കെ അറിയാം അല്ലേ. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പറ്റുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ നേരെ. അപ്പോൾ രാവിലത്തെ പണികൾ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പണിക്ക് ഇരിക്കുന്നത് കേട്ടോ. അതെന്താണെന്നല്ലേ, ചിക്കൻ നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് അടയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇല വെച്ചിട്ട് ഇല ചേർക്കാതെ ഉണ്ടാക്കുന്ന അടയില്ലേ, പൂവട എന്നൊക്കെ പറയുന്നത്, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ കേട്ടോ. അത് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 6-6:30 മുന്നേ ആയിട്ട് എണീക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ തീരെ വെളിച്ചമുണ്ടായിരുന്നില്ല. രാത്രി പോലെ തന്നെ നല്ല ഇരുട്ടാണ് കേട്ടോ. പിന്നെ ഒരു 7 മണി 7:30 ആവുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ കുറച്ചൊക്കെ വെളിച്ചം വരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു, ഭക്ഷണം ഉണ്ടാക്കാനുള്ളതൊക്കെ തുടങ്ങി. അങ്ങനെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ആ റെഡി ആയതിന് ശേഷം അതായത് ഓഫാക്കിയിട്ട് നമ്മൾ അടുത്ത പണിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വാഷ് ബേസിലകത്തു നിന്ന് തന്നെയാണ് നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പുറത്തു കൊണ്ടൊന്ന് കളയുക, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടെ വന്നിരുന്നിട്ടാണ് ഞാൻ ചിക്കനായാലും മീനായാലും ഒക്കെ നന്നാക്കി എടുക്കാറുള്ളത്. അപ്പം അങ്ങനെ അത് നന്നാക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇത് കൊണ്ടുവന്ന സമയത്ത് പിന്നെ അധികം വെച്ചേക്കൊന്നുമില്ല കേട്ടോ, വേഗം ഇങ്ങോട്ട് നന്നാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ മനുവിനെ ഒന്ന് വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനവിടെ ട്രൈപ്പോഡ് വെച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം അവൻ വന്നു. അപ്പോൾ അവനെ വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ വെള്ളം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ താഴത്തെ തെങ്ങിൻ്റെ ചോട്ടിൽ ചെന്നിട്ട് വെള്ളം വീഴുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ അടുത്ത് തന്നെ അതൊന്നും ഒഴിക്കാറില്ല കേട്ടോ. അതുപോലെ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ട് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇടില്ല കേട്ടോ. വിട്ട് തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് കൊണ്ടുപോയിടുക, അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ പന്നിയുടെ ശല്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ ആയിട്ട് ഒന്നാമത് നമ്മൾ അങ്ങനെ വേസ്റ്റ് കളയാറൊന്നുമില്ല കേട്ടോ. പച്ചക്കറീൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ തന്നെ കേട് വരുന്നതിന് മുന്നേ നമ്മൾ മുറിച്ചിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ വെള്ളരി, കുമ്പളങ്ങിയൊക്കെ ചിലപ്പോൾ മുറിച്ചിട്ടല്ലേ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ വെച്ചേക്കില്ലേ, കേട് വന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കൊത്തളങ്ങ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രാണിയില്ലേ, ആ പ്രാണി വരാൻ വേണ്ടിയിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴുകാൻ താമസിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ പച്ചക്കറി എന്തെങ്കിലും കേട് വന്ന് തുടങ്ങുക, അതുപോലെ മുറിച്ച പച്ചക്കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രാണി നന്നായിട്ട് വരില്ലേ. അപ്പോൾ അത് വന്നാൽ പിന്നെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ പഴമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനുള്ള ചാൻസ് കൊടുക്കാതെ അതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കഴിയണതും അങ്ങനെ തന്നെയൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ അത് ഇവിടെ ചിക്കന് നന്നാക്കിയിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ നന്നാക്കണതിൻ്റെ ഇടയ്ക്ക് തെറുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈച്ച വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അവിടെ കഴുകിയിട്ടതിന് ശേഷമാണ് പിന്നെ ചിക്കൻ തന്നെ റെഡിയാക്കാൻ വേണ്ടി വന്നുള്ളത് കേട്ടോ. ചിക്കൻ നന്നാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവിടെയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് വരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിത് ചിക്കൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഇനിയിപ്പോൾ ഇത് അധികം നമുക്ക് വെച്ചേക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വേഗം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതങ്ങോട്ട് ഇളക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ആവട്ടെ. എന്നിട്ടാണ് ഞാൻ ചായ കുടിക്കാനടക്കം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊന്നും അധികം നേരം ഞാനങ്ങനെ വെക്കാറില്ല. അപ്പോൾ അങ്ങനെ ചായ കണ്ടില്ലേ, ചായ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി വെച്ചു. അതിന് ശേഷം ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കൊക്കെ ഏട്ടൻ വർക്കിന് പോയിട്ടുണ്ടേ. അപ്പം അങ്ങനെ ഞാനും അപ്പൂസും കൂടി ചായ കുടിക്കാൻ കേട്ടോ. മനു കുടിച്ചിട്ടില്ല, അവൻ കുളി കഴിഞ്ഞിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ കേട്ടോ. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും അവനെ അങ്ങനെ അങ്ങോട്ട് ശീലാക്കിയതാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ശീലാക്കിയതാണ്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ മാറ്റം വരും കേട്ടോ, അതൊന്നും നമ്മളത്ര കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മനുവൊക്കെ സ്കൂളിൽ പോയി. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കിയാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് പ്രതീക്ഷിക്കാതെയാണ് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക്
എന്താ പറയുക, ഉള്ളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മനു സ്കൂളിൽ പോണതിന് മുന്നേ അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കായപ്പൊടി വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടി വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുപോലെ എള്ളെണ്ണ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷമാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഞാനും അപ്പൂസും കൂടിയാണ് നന്നാക്കിയിരിക്കുന്നത് കേട്ടോ, ചെറിയ ഉള്ളി. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കി കഴിഞ്ഞു. അത് അവിടെ അരച്ചു, അതുപോലെ തക്കാളി അരച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മാത്രം വ്ളോഗ് അല്ലാതെ ചിക്കൻ റെസിപ്പി ആയിട്ട് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിപ്പിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ചിക്കൻ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് അത് വ്ളോഗ് അല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അതിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയതിന് ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നമ്മളിതേ വിസിൽ വെക്കാതെയാണിത് ഉണ്ടാക്കിയെടുത്തിരിക്കണേ കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഇത് വെച്ചിരിക്കണേ, പക്ഷേ ഞാൻ വിസിലൊന്നും വെച്ചിട്ടില്ല. അല്ലാത്ത രീതിയിൽ തന്നെ ഇത് കിടന്ന് വേവാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ വെച്ചത് ഈ ഒരു പാത്രത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു. എന്താണെന്നറിയോ, കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടെ നമുക്ക് നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു. ഇത് വേറെ ഒന്നിലേക്കുമല്ല കേട്ടോ, അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കണത് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഒരു ചട്ടിയിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. ആ എള്ളെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അളവ് വെളുത്തുള്ളി കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടിയെടുക്കാം. അതുപോലെ ഇഞ്ചി അതും നമുക്ക് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ വെളുത്തുള്ളി നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് മുരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഒന്ന് അതിൻ്റെ ഒരു കളറ് മാറി തുടങ്ങും, അതിൻ്റെ ഒരു പച്ചത് ഉണ്ടാവില്ലേ, അതൊന്നും ഇവിടെ മാറി തുടങ്ങുന്നത് വരെ ഒന്നങ്ങോട്ട് എന്താ പറയുക വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാട്ടിയെടുത്തു. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, പിന്നെ ഞാനിവിടെ ഇങ്ങനെ കടിക്കുന്നത് ആർക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിത് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് പോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറുതാക്കി അരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, കടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി നമ്മളൊന്ന് റെഡിയാക്കി എടുത്തു. ഇനി അതും ഒന്ന് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ദിവസമായി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട്. എന്താ പറയുക, സാധാരണ നമ്മൾ അച്ചാർ കണ്ണിമാങ്ങയുടെ അച്ചാർ മാത്രമേ ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ അച്ചാറും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ണിമാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് അന്നൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അന്ന് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടില്ല. ആ ഒരു ടൈമിൽ നമുക്ക് വാങ്ങാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കണ്ണിമാങ്ങ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസ്ക് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് പഴകും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അത്ര പഴക്കം ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് എങ്ങനെയായാലും അച്ചാർ ഇരിക്കില്ല കേട്ടോ. അതാണ് മെയിൻ പ്രശ്നം. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് അതിന് മുന്നേ അത് തീരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നലെ ഈ ഒരു നാരങ്ങയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ 3/4 നാരങ്ങയോളം നമ്മൾ വെള്ളം ഉണ്ടാക്കി കുടിച്ച് തീർന്നതാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കായം വറുത്ത് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോഴാണ് എളുപ്പപ്പണിക്ക് ഞാൻ കായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തു. ചെറിയൊരു ഡെപ്പി വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ, വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രം. നമുക്ക് ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും കേട്ടോ നമ്മളിതിലേക്ക് മധുരമുള്ള എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് അടിപൊളി അച്ചാർ റെഡിയായി. ബായ്.